മുൻകാലങ്ങളിൽ തുറന്നപ്പോൾ ഈ പറഞ്ഞ ദേവതകളും യക്ഷികളൊന്നും അവിടെ ഇല്ലായിരുന്നു. അതവിടെ നിന്ന് എല്ലാവരും പോയോ? കണക്ക് എടുക്കുന്നത് നല്ലതല്ല. ഒരു അമ്പലത്തിലെ വരുമാനവും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നത് നല്ലതല്ല. അത് പവിത്രമായ അമൂല്യമായ പഴയ നിധിയാണ്. അത് തുറന്ന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കൈകാര്യം ചെയ്യാതിരുന്നാൽ മതി. അത് എന്തെന്നൊക്കെയുള്ള ഒരു നിധിയാണ്. മൂലവിഗ്രഹമല്ല അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് തുറക്കാനായിട്ട് ആചാരപ്രകാരം അനുവദിക്കില്ല. അതിനകത്ത് എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം അത് തുറന്നാൽ എന്തെങ്കിലും കലാമിറ്റീസ് ഉണ്ടാകും ഒരു വിശ്വാസം. അത് തുറന്ന് നോക്കി അതിൻ്റെ ഒരു കണക്ക് അവതരിപ്പിച്ച് കൃത്യമായിട്ട് കണക്കെടുത്ത് അത് സർക്കാരിൻ്റെ കസ്റ്റഡിയിൽ ശേഖരിക്കുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായമുള്ളത് സർക്കാർ. 2011 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളുടെ അതിലെ നിധിശേഖരങ്ങളുടെ കണക്കുകളൊക്കെ എടുക്കുകയുണ്ടായി. എന്നാൽ അന്ന് ബി നിലവറ തുറക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വിശ്വാസികളുടെ അഭിപ്രായം മാനിച്ച് അന്ന് ബി നിലവറ തുറക്കുകയുണ്ടായില്ല. എന്നാൽ അതേ ആവശ്യം തന്നെയാണ് ഇന്ന് സർക്കാർ പ്രതിനിധി ട്രസ്റ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ബി നിലവറ തുറന്ന് അതിനുള്ളിലെ നിധിശേഖരങ്ങളുടെ കണക്കുകൾ എടുത്ത് സൂക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാധാരണക്കാരുടെ അഭിപ്രായം എന്താണെന്ന് തിരക്കിയതിൽ നിന്നും പലരും പല അഭിപ്രായങ്ങളാണ്. പലരും വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ച് തുറക്കണ്ട എന്നും, എന്നാൽ മറ്റു പലരും പറയുന്നത് ആവശ്യമാണ്, നിധിശേഖരങ്ങളുടെ കണക്കെടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന്. ഇതിലെ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ തകർക്കാത്ത രീതിയിലുള്ള എന്ത് അന്വേഷണങ്ങളും നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതും പറയുന്നതും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ അമ്പലത്തിലുള്ള സ്വത്തുവകകളുടെ എണ്ണവും അല്ലെങ്കിൽ കണക്കുകളൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നമ്മുടെ നിലവറകളെല്ലാം തുറക്കാൻ ശ്രമിച്ചെങ്കിലും ബി നിലവറ തുറക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ തുടർന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഭാഗത്തിലുള്ള ഒരാൾ അവിടെ ഉണ്ട്, നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ട്. പുള്ളിയുടെ അഭിപ്രായത്തിലാണ് ഇപ്പോൾ ഈ ബി നിലവറ തുറക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബി നിലവറ തുറക്കണം, കണക്കെടുപ്പ് നടത്തണം എന്ന് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? ഇത് ആദ്യം നിങ്ങൾ പറഞ്ഞതിലൊരു കാര്യം തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ബി നിലവറ തുറക്കാൻ സാധിക്കാതെ ഇരുന്നിട്ടില്ല. ബി നിലവറയിലേക്കല്ല പോയത്, എ നിലവറയാണ് തുറന്നത്. അത് ഇൻവെന്ററൈസേഷൻ പൂർത്തിയായി കഴിഞ്ഞു. സിയും ഡിയും ഇയും എഫും തുറന്ന് അതിൽ നിന്ന് ഉത്സവ സമയത്തുള്ള സാധനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഉള്ളത് ബി നിലവറയാണ്. അപ്പോൾ ബി നിലവറ തുറക്കാനുള്ള മുഴുവൻ ഡിസ്ക്രിപ്ഷനും അഡ്വൈസറി കമ്മിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഉപദേശക സമിതിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന പ്രതിനിധി റെപ്രസെൻറ്റേഷൻ കൊടുത്ത് കഴിഞ്ഞ ദിവസം ചർച്ചയായി. അത് തുറക്കില്ലേ, അത് ചർച്ചയിൽ വന്നിട്ട് അത് തീരുമാനം പല രീതിയിലും. പക്ഷേ ഇതിനകത്ത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ബി നിലവറ തുറന്നതായിട്ട് മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 1988-ലും 92-നും ഇടയ്ക്ക് 8 പ്രാവശ്യം തുറന്നിട്ട് പറയുന്നു, 11 പ്രാവശ്യവും പറയുന്നുണ്ട്. ഇതിൽ നിന്ന് സാധനങ്ങൾ നഷ്ടപ്പെടുത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് വിനോദ രാജേന്ദ്രൻ്റെ റിപ്പോർട്ടാണ്. ഞാൻ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അങ്ങനെ തുറന്നിട്ടുള്ള നിലവറകൾ ഇന്ന് എന്തിനാണ് ആചാരത്തിൻ്റെ ദണ്ട് ഉപയോഗിച്ച് തുറക്കാൻ പാടരുത്, ആചാര വിരുദ്ധമാണെന്ന് പറയുന്നത്? എന്നാൽ ഒരു നിലവറയ്ക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. എക്കും സിക്കും ഡിക്കും ഇക്കും എഫിനും തുറക്കുന്ന സമയത്ത് തന്ത്രിയോട് ചോദിക്കാറില്ലേ? തന്ത്രി വര്യൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങളും ഭഗവാന്റെ ചൈതന്യവത്തായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം കാര്യങ്ങൾ നോക്കാനായിട്ടാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ദിസ് ഈസ് ഓൾ ദ ഇൻവെന്ററൈസേഷൻ പാർട്ട് ഓഫ് ദ ടെമ്പിൾ, ഇൻവെന്ററൈസേഷൻ്റെ പാർട്ടാണ്. ഇതിനകത്തോട്ട് എന്തിനാണ് തന്ത്രിയെ വലിച്ച് ഇറക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? അത് കഴിഞ്ഞാൽ ഒരു പെയ്ഡ് ജ്യോത്സ്യന്മാരെ കൊണ്ട് കുറേ ദേവപ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ അവിടെയാണ് പിന്നെ യക്ഷിക്കഥകൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള കഥകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിൽ തുറന്നപ്പോൾ ഈ പറഞ്ഞ ദേവതകളും യക്ഷികളൊന്നും അവിടെ ഇല്ലായിരുന്നു. അതവിടെ നിന്ന് എല്ലാവരും പോയോ? ഒരു ലേമാൻ്റെ ക്വസ്റ്റ്യനാണ്. അതിനൊരു ഉത്തരം പറയണം. കാര്യം എനിക്കിത് മനസ്സിലാവാത്ത കൊണ്ട് മാത്രമാണ് ചോദിച്ചത്. പിന്നെ ഇന്നത്തെ ഒരു ഭരണസമിതി അംഗം ഇന്ന് നടത്തിയൊരു പ്രസ്താവന, അത് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി വിധിക്ക് എതിരായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. സുപ്രീം കോടതി വിധിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അഡ്വൈസറി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇതിലെവിടെയെങ്കിലും തന്ത്രിയോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, തന്ത്രിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ മാത്രം, ഇല്ലെങ്കിൽ ഇതിനകത്ത് ആചാരവിരുദ്ധം എന്ന് പറയുന്നത്? എങ്ങനെ 1992-ലെ നവതാൾ പൂട്ട് അവിടെ വന്ന് കിടക്കുന്നു? എങ്ങനെയാണ് നിലവറ തുറക്കാൻ പാടില്ലെങ്കിൽ അവിടെ ഗ്രില്ലും കതവുകളും വെച്ചത്? ഒരു തുറക്കാൻ പാടത്ത നിലവറ ആണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ ആദ്യം തന്നെ നിലവറ തുറക്കാൻ വരാത്ത രീതിയിൽ ഭിത്തി വെച്ചിട്ടായിരിക്കണം വെക്കുന്നത്. അപ്പോൾ നിലവറകൾ തുറന്നിട്ടുണ്ട്. 1992-ലെ പൂട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റ് കാര്യങ്ങളിലെല്ലാം മറ്റ് നിലവറകൾ തുറന്ന സമയത്തൊന്നും ഈ പറയുന്ന ആചാരവിരുദ്ധത മാത്രം ഒന്നുമില്ല.
ബി നിലവറയുടെ കാര്യത്തിൽ നേരത്തെ ഒരു റിപ്പോർട്ടിൻ്റെ പ്രകാരം ഇത്രയും സാധനങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ആ നിലവറ തുറക്കാൻ വേണ്ടി മാത്രം വരുന്ന സമയത്ത് ആചാരത്തിൻ്റെ ദണ്ട് ഉപയോഗിക്കുന്നു, ആചാരത്തിൻ്റെ പേര് പറഞ്ഞു, തന്ത്രിയെ പിടിച്ച് ഇരിക്കുന്നു. പിന്നെ ആരെടുത്ത് ചോദിച്ചിട്ടാണ് ഇത് തുറക്കണമെന്ന് പറയുന്നത്? ഇത് ഇവരെ അഡ്വൈസറിയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും കൂടെ തീരുമാനിച്ചാൽ മതി. ഒരു ഭരണസമിതി അങ്ങ് ഇറങ്ങി നിന്നിട്ട് പറയാണ് ഇത് തുറക്കാൻ പാടില്ല, തുറന്നാൽ വലിയ പ്രശ്നം വരും എന്ന് പറയുന്നത് ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ഏതോ സ്ഥലത്ത് നിന്ന് പടച്ചുവിടുന്ന കഥ അദ്ദേഹം ഒന്നും അറിയാതെ വിളിച്ചു പറയാണ്. അതുകൊണ്ട് എന്തു പറ്റുന്നു? ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, ജനങ്ങൾ വേദനിക്കുന്നു, ഭക്തജനങ്ങളുടെ മനസ്സിൽ ഭയപ്പാട് ഉയർത്തുന്നു. ഇതാണ് ചെയ്യുന്നത്. ഇത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലെ, ബി നിലവറ തുറക്കുകയാണെങ്കിൽ നാട് മുടിയും എന്നൊക്കെ പറയും. പക്ഷേ സാധാരണക്കാരോട് ഞങ്ങൾ ഇന്ന് അഭിപ്രായം ചോദിച്ചിരുന്നു. അങ്ങനെ നാട് മുടിയെങ്കിൽ 1992 മുടിയണമായിരുന്നേ. 1988 92 മുടിയണമായിരുന്നു. അന്നൊന്നും മുടിയാത്ത നാട് ഇന്ന് മുടിയെന്ന് പറയുന്നതിന് എന്ത് കാര്യമുള്ളത്? സാധാരണക്കാരും പറയുന്നത് അവർക്കും ഇത് തുറന്ന് കാണണം, അതിനകത്ത് എന്താണ്. പക്ഷേ സാധനങ്ങൾ കാണണം എന്ന് ഞാൻ പറയുന്നില്ല. നിലവറയിലിരിക്കുന്ന സാധനം ഭഗവാന്റെ സ്വത്ത് നമ്മൾ കണ്ടുകൊണ്ട് കാണണമെന്നുള്ളതല്ല. അവിടെ എന്തുണ്ടോ അത് ഇൻവെന്ററൈസേഷൻ എടുത്ത് അത് കാത്തു സൂക്ഷിക്കപ്പെടാം. അതെ, തീർച്ചയായും. ആരും കാണണമെന്ന് പറയുന്നില്ല. ഭഗവാന്റെ സ്വത്ത് ഭഗവാന്റെ സ്ഥലത്ത് അവിടെ തന്നെ ഇരിക്കണം. എന്നാൽ അതിൻ്റെ പേരിലൊരു കെട്ടുറപ്പ് വേണം. അവിടെ എന്തുണ്ടോ അത് നമുക്ക് ഇൻവെന്ററൈസേഷൻ എടുക്കണം, അത് അവിടെ തന്നെ കാത്തു സൂക്ഷിക്കണം. ഇതാണ് പറയുന്നത്. ഇതിന് നമ്മൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പെടുത്തുന്ന ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ള എല്ലാ നിലവറകളും തുറക്കാമെന്നുണ്ടെങ്കിൽ ബി നിലവറയും തുറക്കാം. ബി നിലവറ തുറന്നിട്ടുണ്ട്. ബി നിലവറയിൽ അടുത്ത കാലത്തുള്ള പൂട്ടുകിടപ്പുണ്ട്. ബി നിലവറയിൽ മറ്റു കണ്ട അവിടെ മാത്രം ഈ പറഞ്ഞ ദേവതകളെ വ്യക്തികളുടെയൊക്കെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയരുത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കരുത്. അല്ല, ഇപ്പൊ ജനങ്ങൾക്ക് പേടിയില്ല. അവരും പറയുന്നത് വരട്ടെ, എന്ത് വന്നിരുന്നാലും അല്ല, ഒരു വിഭാഗം എപ്പോഴും നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ നിൽക്കുന്നവർക്ക് ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വേറെ ഏതെങ്കിലും തരത്തിൽ അതിനെ കൊണ്ട് മറച്ചു വെച്ചിട്ട് അത് തെറ്റിദ്ധരിക്കപ്പെടാം. അങ്ങനെ ഒരു കാര്യം വരരുത്. ഏറ്റവും വലിയൊരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇത് പറയുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വേണ്ടി ഭഗവാന് വേണ്ടി നമ്മൾ നിത്യവും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി മാത്രം ജീവിതം ഒഴിച്ചു വെച്ചുകൊണ്ട് ഭഗവാന്റെ കാര്യത്തിൽ ഏറെ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബി നിലവറ തുറക്കണമെന്നുള്ളൊരു ആവശ്യം വീണ്ടും പറയുകയാണ് സർക്കാർ. അതിനെക്കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? മകളെ തുറക്കല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്? അതിനകത്ത് പഴയ പണ്ടത്തെ കാര്യങ്ങളുള്ള എല്ലാം ഉണ്ട്, അതുകൊണ്ട് തുറക്കല്ലെന്നാണ് മക്കളെ എൻ്റെ അഭിപ്രായം. അതെ, തുറന്നു കഴിഞ്ഞാൽ എന്താകുന്നു? അത് അതിൻ്റെ കണക്കുകൾ എടുക്കാനാണ് അമ്മ ഇപ്പോൾ അവർ പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതിൻ്റെ കണക്കെടുക്കാനെന്നാണ് പറയുന്നത്. അപ്പം നാട്ടുകാർ അല്ലെങ്കിൽ ഒരു ഭക്ത എന്നുള്ള നിലയിലാണ് അമ്മയുടെ അഭിപ്രായം ചോദിക്കുന്നത്. തുറക്കല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിഞ്ഞു പഴയ കാലത്തുള്ള കാര്യം മക്കളെ നമുക്ക് അറിഞ്ഞു അതിനെപ്പറ്റി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കണക്ക് എടുക്കുന്നത് നല്ലതല്ല. ഒരു അമ്പലത്തിലെ വരുമാനവും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നത് നല്ലത് തന്നെ. അപ്പോൾ ഏത് തരത്തിലാണ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അല്ല, വിശ്വാസികളുടെ വിശ്വാസങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല അവർ. എനിക്ക് വിശ്വാസമുണ്ട് അമ്പലത്തിനെ പറ്റി. അതെ, കണക്കുകൾ എടുക്കുന്നത് നല്ലതെന്ന് തന്നെയാണ് അഭിപ്രായം. നല്ലത് തന്നെയാണ്. നല്ലത് തന്നെ. കാരണം വ്യക്തമായിട്ട് എന്ത് വരുമാനം ഭഗവാൻ എന്ത് വരുമാനമുണ്ട്, എങ്ങനെയാണ് എന്താണ് അതാണ് അങ്ങനെ ചിലവാകുന്നൊക്കെ ഉള്ളത് നോക്കുന്നത് നല്ലത് തന്നെ. നല്ലത് തന്നെയാണ്. അത് പവിത്രമായ അമൂല്യമായ പഴയ നിധിയാണ്. അപ്പോൾ അത് തുറന്ന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കൈകാര്യം ചെയ്യാതിരുന്നാൽ മതി. അത് എന്നേക്കുള്ള ഒരു നിധിയാണ്. ഭഗവാന്റെ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഭഗവാന്റെ മുതലെന്നാണ് വിശ്വസിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി അതിന് തയ്യാറാകുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് അവിടെ തന്നെ ഉണ്ടാവണം. അതെ, നോക്കിയതിനു ശേഷം പിന്നീട് ഉണ്ടാവണം എന്നുള്ളതാണ്. അതവിടെ ഇല്ലാതാവരുത്. അല്ല, ഇത് രാജകുടുംബത്തിന്റെ ട്രസ്റ്റ് വകയായിട്ട് ഇത് കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ടായിരുന്നു. രാജകുടുംബത്തിന്റെ വന്നെങ്കിലും പിന്നെ അതല്ലല്ലോ, ഇപ്പോൾ ഒരു കമ്മിറ്റി ആയല്ലോ, സ്റ്റേറ്റിന്റെയും കേന്ദ്രത്തിന്റെയും ഒക്കെ കമ്മിറ്റി ഉള്ളതല്ലോ, അവരെല്ലാം കൂടെ ഇപ്പൊ നടത്തുന്നത്. അപ്പോൾ അതങ്ങനെ തുടരുന്നതാണ് നല്ലത്. ഒരു രാജകുടുംബം അങ്ങനെയൊന്നും ഒരു കാലത്തും ചെയ്തിട്ടില്ല. അതൊക്കെ വെറും പറച്ചിലാണ്. എങ്കിൽ പിന്നെ ഇതിവിടെ ഉണ്ടാവില്ലല്ലോ. അവർക്ക് എന്നെ എടുത്ത് മാറ്റാമായിരുന്നു. അത് മാറ്റിയില്ലല്ലോ. അത് അവരായിട്ട് സമ്പാദിച്ചു വെച്ചതില്ലേ, അല്ലാതെ ഇവിടെ ആരും കൊണ്ട് കൊടുത്തതൊന്നും അല്ലല്ലോ. മറ്റുള്ളവർ പറഞ്ഞൊക്കെ വെറുതെ. അത് എന്നും അവിടെ ഉണ്ടാവണം എന്നുള്ളതുള്ളൂ. കാണുന്നതിൽ തെറ്റൊന്നുമില്ല. കാണാം, അതെന്താണെന്ന് മനസ്സിലാക്കണത്. അല്ലെ, ഇവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് അതൊരാഗ്രഹമാണ്. തിരുവനന്തപുരത്തുകാർക്ക് അത് നല്ല കാര്യമാണ്. പക്ഷെ അത് ഇല്ലാതാക്കരുത്. അല്ല, തുറന്നു കഴിഞ്ഞാൽ പ്രളയമുണ്ടാവും, അങ്ങനെ പാമ്പുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ അല്ല, അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട്, ഇല്ലെന്നല്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ? അങ്ങനെ അല്ല, അങ്ങനെ വല്ലതും ഉണ്ടായാലോ എന്ന് ചോദിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, നമ്മൾ പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്, അതിനകത്ത് എന്താണെന്ന് അറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് പിന്നിൽ വരുന്നതിൽ എന്തെങ്കിലും അല്ല, ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട മന്ത്രതന്ത്രങ്ങളൊക്കെ ഉണ്ടാവും. ചെയ്താൽ അത് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്ത് അതിന്റെ രീതിക്ക് ചെയ്താൽ ഉണ്ടാവില്ലായിരിക്കാം. അങ്ങനെ ചെയ്യാം. തുറന്ന് കാണണമെന്ന് തന്നെയാണ്. അല്ല, അങ്ങനെ തുറന്ന് എന്താണെന്ന് മനസ്സിലാക്കുന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ആ കണക്കിന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ നിന്ന് മാറരുത്. അത് ഉണ്ടാവണം. അതൊന്നും
എന്നും അതവിടുത്തെ ഒരു പിന്നെ ശരിക്കും പൈതൃക സ്വത്താണ്, അതവിടെ ഉണ്ടാവണം ക്ഷേത്രത്തിൻ്റെ. അവരെ തുറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്നല്ലേ പറ്റുള്ളൂ. അല്ല, തുറക്കുമ്പോഴത്തേക്ക് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ പറയുന്ന നാട് നശിക്കും, അല്ലെങ്കിൽ അതിനകത്ത് പാമ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ ആചാരങ്ങൾ പറയുന്നുണ്ട്. അത് ഒരു കണക്കിന് നോക്കുമ്പോൾ അത് ശരിയാണ്. പിന്നെ മൂലവിഗ്രഹമല്ല അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തുറക്കാനായിട്ട് ആചാരപ്രകാരം ഞാൻ അനുവദിക്കില്ല. തുറക്കണമെന്നുള്ള അല്ലെങ്കിൽ തുറന്ന് കാണാനായിട്ട് നാട്ടുകാരനായ ചേട്ടൻ അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ എന്താണെന്നുള്ളത് അതിനകത്ത് ഇരിക്കുന്നത് അറിഞ്ഞൂടാ. മറ്റേ നിലവറ തുറന്നതുകൊണ്ടാണ് ഇത്രയും അമൂല്യമായ വസ്തുക്കളുള്ളതായിട്ട് അറിഞ്ഞത്. അതേപോലെ അതിനകത്ത് ഉണ്ടെന്നാണ് പൊതുവേ ഒരു അഭിപ്രായം. അപ്പോൾ തുറന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇത് ഉണ്ട് എന്നുള്ള ഒരു ഇതുണ്ടാകും. പിന്നെ എന്നും ആ ഒരു മൂലധനമായിട്ടുള്ളത് കാണുമെന്നുള്ളത് അറിയാം. മറ്റേ എന്താണ് ഇരിക്കുന്നത് നാക്കും അറിഞ്ഞൂടല്ലോ ആശാംശം. അതെ, അത് തുറന്നു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഉണ്ടോ ഇല്ലേ എന്നുള്ള ആളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ തുറക്കുന്നത് കൊണ്ട് നല്ലതാണെന്നാണ് ഒരു കണക്കിന് നല്ലതാണ്. കാര്യം അത് ഇനി നാളെ ഒരു കാലത്ത് അതിനകത്ത് എന്താണ് ഇരുന്നെന്നുള്ള അറിയാക്കില്ല. അപ്പം തുറന്ന് കാണുമ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാവും. ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എന്തൊക്കെ അമൂല്യമായ സാധനങ്ങളുണ്ടെന്നാണ് ധരിച്ചിരിക്കുന്നത്. അപ്പം അത് തുറന്ന് കാണുമ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ സാധിക്കും. തുറക്കേണ്ടെന്ന് തന്നെയുണ്ട്. തുറക്കണ്ടെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് നമ്മളുടെ വിശ്വാസം. അത് നിലവരാതെ അങ്ങനെ അതിനകത്ത് എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് തുറന്നാൽ എന്തെങ്കിലും കലാമിറ്റീസ് ഉണ്ടാകും ഒരു വിശ്വാസം. ഇല്ല, ഇതിന് മുന്നേ തുറന്നിട്ടുണ്ടായിരുന്നു അമ്മ, വർഷങ്ങൾക്ക് മുമ്പ് ഇത് തുറന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കണക്കെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സർക്കാരിൻ്റെ കണക്കിൽ അങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അത് വീണ്ടും തുറന്ന് അതിൻ്റെ കണക്കെടുക്കുന്നതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് വിശ്വാസമാണോ അതോ? എനിക്ക് വിശ്വാസം. അമ്മയ്ക്ക് വിശ്വാസമാണ്, തുറക്കണ്ട എന്നുള്ളതാണ്. അതെ, തുറന്ന് നോക്കിയിട്ട് അതിനകത്ത് ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഒരുപാട് മൂല്യമുള്ള ഒരുപാട് സ്വത്തുകളും കാര്യമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തുറന്ന് നോക്കി അതിൻ്റെ ഒരു കണക്ക് അവതരിപ്പിച്ച് കണക്ക് കൃത്യമായിട്ട് കണക്കെടുത്ത് അത് സർക്കാരിൻ്റെ കസ്റ്റഡിയിൽ ശേഖരിക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. സംഗതി നല്ലതാണ് എന്നുള്ളതാണ്. അത് മറ്റാരെയും ഉപദ്രവിക്കാനോ അങ്ങനെയല്ല, വിശ്വാസങ്ങളെ തകർക്കുന്നതല്ല. വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയമായ സ്ഥിതിക്ക് സംഗതി ഇങ്ങനെ ഈ വെളിയിൽ ഇങ്ങനെ സംസാരങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അത് തുറന്ന് അതിനകത്തുള്ള കണക്കുകൾ, അതിനകത്തുള്ള നിധി എന്താണ്, അതിനകത്തുള്ള മൂല്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണക്കാക്കി അത് ശേഖരിച്ച് ആർക്കും നഷ്ടപ്പെടാതെ, ആരുടെയും വിശ്വാസത്തെ ഹനിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ നല്ല ഐക്യത്തോടുകൂടി എല്ലാവരും സഹകരണത്തോടു കൂടി അത് കണക്കാക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് അഭിപ്രായം. പറയാനില്ല. കോവിലിൽ വരും, എന്നിട്ട് പോകും. അല്ല, അങ്ങനെയല്ല ചേട്ടാ, ഒരു സാധാരണ വ്യക്തിയാണ്. അപ്പോൾ അത് അമ്പലത്തിലെ നിലവറ തുറക്കുന്നതിനോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. യോജിപ്പുണ്ട്, തുറക്കണമെന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടാൻ? അത് അമ്പലം എന്നുള്ള രീതിയിൽ തുറന്ന് അതിലെന്താണെന്നുള്ളത് കണക്കെടുത്ത് വെക്കണമെന്നുള്ളത് ശരി തന്നെയാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം.